കഴിഞ്ഞ ഞായറാഴ്ച സബർമതി പള്ളിയിൽ 10 മണിയായപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഞാനിവിടെ എത്തിച്ചേർന്നതാണ്. ഞാൻ കണ്ട കാഴ്ച എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. സങ്കീർത്തിയിലേക്ക് കയറാൻ സാധിക്കാത്ത രീതിയിൽ വലിയ വാനരക്കൂട്ടം സങ്കീർത്തിയുടെ മുൻഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവരെ കടന്ന് എങ്ങനെ സങ്കീർത്തിയിൽ നിന്ന് എനിക്ക് ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുക്കങ്ങൾ നടത്താൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ഞാനായിരുന്നത്. നീണ്ട നിര തന്നെ, വാനര സംഘത്തിൻ്റെ നീണ്ട നിര തന്നെ എനിക്കിവിടെ കാണുവാൻ സാധിക്കുകയായിരുന്നു. ഇപ്പോൾ വേണമെങ്കിലും ആക്രമിക്കുവാൻ സാധ്യതയുള്ള രീതിയിലാണ് അവ നിലയുറപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ധൈര്യസമേതം കർത്താവിനെ ചേർത്ത് പിടിച്ച് ഞാൻ സങ്കീർത്തിയിലേക്ക് കയറുകയായിരുന്നു. സങ്കീർത്തിയിൽ കയറിയോടെ തന്നെ ഞാൻ വാതിലടച്ചു. അല്പം പേടിയും ഭയാശങ്കയും ഒക്കെ എന്നിലുണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്തു കാണിക്കാതെ ഞാൻ സുരക്ഷിതമാണ് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പുവരുത്തുകയായിരുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സങ്കീർത്തിയുടെ ഭാഗം. ആ സങ്കീർത്തിയുടെ ഭാഗത്താണ് ഇതുപോലെ വാനരക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവരെ കവർ ചെയ്ത് എങ്ങനെ ഞാൻ സങ്കീർത്തിക്കുള്ളിലേക്ക് പ്രവേശിക്കും എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിനെ ആകമാനം അലട്ടിക്കൊണ്ടിരുന്നത്. എങ്കിലും ധൈര്യസമേതം ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. കർത്താവിന് വേണ്ടി ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ധൈര്യസമേതം ഈ ഒരു വാനര സംഘത്തെ ഭേദിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് സാധിച്ചിരിക്കുന്നത്. ദൈവജനം എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ ദേവാലയത്തിൽ എത്തിച്ചേരുന്ന ഒരു പതിവ് ശൈലി എനിക്കുണ്ട്. എത്തിച്ചേരുന്ന ഞാൻ ഏതാനും നിമിഷങ്ങൾ പ്രാർത്ഥനാപൂർവം ഈ ഒരു സബർമതി പള്ളിയുടെ മുൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന ടവറിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ഒരു സങ്കീർത്തിയുടെ ഭാഗത്തേക്ക് ഞാൻ എത്തിച്ചേരാറുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വിശുദ്ധമായ കുമ്പസാരം എന്ന കൂദാശ ഞാൻ പരികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവാലയത്തിനുള്ളിലെ പരിമിതമായ സ്ഥല സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പുറത്ത് ഈ ഒരു പ്രദേശത്തായിട്ട് എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് ഈ ഒരു വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ ഞാൻ പരികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നേ ദിവസം ഒരു കാരണവശാലും ഈ ഒരു വിശുദ്ധമായ കുമ്പസാരം നടത്തുവാൻ സാധിക്കുകയില്ലല്ലോ എന്നുള്ള ചിന്ത എന്നിലുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ബലിയർപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ധൈര്യസമേതം ഞാൻ സങ്കീർത്തിക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. ഏതായാലും എന്നെ തടസ്സപ്പെടുത്താതെ വാനരസംഘം മാറി നിൽക്കുന്ന വലിയൊരു അനുഭവം എനിക്ക് ഈ ഒരു കഴിഞ്ഞ ഞായറാഴ്ചത്തെ ബലിയർപ്പണ വേദിയിൽ ഉണ്ടാകുവാൻ കാരണമായി. കർത്താവിൻ്റെ ബലിയർപ്പണത്തിന് വന്ന എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഭവമായിരുന്നു ഇത്.